നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് എന്ന ഇത്തിരി കുഞ്ഞൻ വൈറസ് നമ്മുടെ സന്തോഷങ്ങൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം മങ്ങൽ ഏൽപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുകാലമായി. ഓണത്തിനും ക്രിസ്മസിനും പുതുവത്സര ദിനത്തിനുമൊക്കെ നാട്ടിലെത്തി വീട്ടുകാർക്കൊപ്പവും ബന്ധുക്കൾക്കൊപ്പവും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള പ്രവാസികളുടെ അവസരങ്ങൾ എല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോവിഡ് വ്യാപനത്തിന് നേരിയ ശമനമുണ്ടായത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസത്തിന് വഴിവെച്ചിരുന്നു. അടഞ്ഞ രാജ്യാതിർത്തികൾ വീണ്ടും തുറന്നതോടെ ആശങ്കകൾ ചെറുതായി മാറിത്തുടങ്ങി. ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒത്തുചേരലുകൾക്ക് പ്രവാസികൾ കൊതിച്ചു. എന്നാൽ ആ മോഹങ്ങളെയെല്ലാം അസ്ഥാനത്താക്കിയാണ് കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ എത്തിയിരിക്കുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന പ്രവാസികളുടെ മോഹങ്ങളെ തകർത്തുകൊണ്ടാണ് പുതിയ വകഭേദം എത്തുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ വകഭേദം ഇതിനോടകം 30ഓളം രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലും വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഏറെ ആശങ്കയാകുകയാണ്. കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ മുടക്കിയത് ബ്രിട്ടനിലെ മലയാളികളുടെ യാത്രാ സ്വപ്നങ്ങളെയാണ്. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നിയന്ത്രണങ്ങളില്ലാതെ യാത്ര ചെയ്യാമെന്ന സ്ഥിതിയായപ്പോഴേക്കും നാട്ടിലേക്കുള്ള വിമാനങ്ങളെല്ലാം ദിവസവും നിറയുന്ന സ്ഥിതിയിൽ എത്തിയിരുന്നു. ഡയറക്റ്റ് വിമാനങ്ങളിൽ മാത്രം ഓരോ ആഴ്ചയും കൊച്ചിയിൽ വന്നിറങ്ങിയിരുന്നത് 700-ലേറെ ബ്രിട്ടീഷ് മലയാളികളാണ്. ഗൾഫ് നാടുകളിലൂടെ പഴയ രീതിയിൽ എത്തിയിരുന്നവർ വേറെയും. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. രാജ്യത്ത് ഒമിക്രോൺ സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടെ ഇവരെയെല്ലാം നിരാശരാക്കുന്ന തീരുമാനമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും നാട്ടിലെത്തുന്നവർ 7 ദിവസത്തെ ക്വാറന്റൈനും 7 ദിവസത്തെ സ്വയം നിരീക്ഷണത്തിനും വിധേയരാകണമെന്ന നിബന്ധന വന്നതോടെ ചെറിയ കാലത്തേക്ക് നാട്ടിൽ പോയിട്ട് വലിയ കാര്യമില്ല എന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ 14 ദിവസം കാത്തിരിക്കേണ്ട സ്ഥിതി ജോലിസ്ഥലത്തു നിന്നും അവധിയെടുത്ത് നാട്ടിലെത്തുന്ന പ്രവാസിക്ക് താങ്ങാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ 100 കണക്കിന് ആളുകളാണ് ഒമിക്രോൺ നിയന്ത്രണങ്ങളെ ഭയന്ന് യാത്ര വേണ്ടെന്ന് വയ്ക്കുന്നത്. പലരും ടിക്കറ്റ് ക്യാൻസൽ വരെ ചെയ്തു കഴിഞ്ഞു. നാട്ടിൽ പോയാൽ തന്നെ മടങ്ങിയെത്താൻ വൈകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയവും യാത്ര മാറ്റിവെക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ ഒമിക്രോണിന്റെ പേരിലുള്ള നിയന്ത്രണങ്ങൾ വസ്തുതകൾ വേണ്ടത്ര മനസ്സിലാക്കാതെയാണ് എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. ഡെൽറ്റ വകഭേദത്തേക്കാൾ ഒമിക്രോണിന്റെ വ്യാപനശേഷി കൂടുതലാണെങ്കിലും 2 ഡോസ് വാക്സിൻ എടുത്തവരിൽ ഈ വകഭേദത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇവരെ ഇത്തരത്തിൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നത്. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ വീണ്ടും യാത്രാ നിരോധനം ഏർപ്പെടുത്താനും അതിർത്തികൾ അടയ്ക്കാനും തുടങ്ങിയിരിക്കുകയാണ്. പുതുതായി കണ്ടെത്തിയ കൊറോണ വൈറസ് വകഭേദം അതിർത്തി നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കാൻ പല രാജ്യങ്ങളെയും നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. വിദേശയാത്രകൾക്കായി വീണ്ടും തുറന്നു തുടങ്ങിയ സന്ദർഭത്തിലാണ് പല രാജ്യങ്ങൾക്കും ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപനം തടയുന്നതിനായി വീണ്ടും യാത്രാവിലക്കുകൾ ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. ചില രാജ്യങ്ങൾ അതിർത്തികൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതേസമയം മറ്റു ചില രാജ്യങ്ങൾ പരിശോധനകൾ കർശനമാക്കിയിട്ടുമുണ്ട്. ഇന്ത്യയിലും ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആഫ്രിക്കയിൽ നിന്നെത്തിയ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കർണാടകയിൽ 64ഉം 46ഉം വയസ്സുള്ള 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയിലും നിയന്ത്രണങ്ങൾ കർശനമാക്കും. ഓരോ സംസ്ഥാനങ്ങളോടും പരിശോധന ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമിക്രോൺ കണ്ടെത്തലിനെ കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ല. എന്നാൽ അവബോധം അത്യന്താപേക്ഷിതമാണ്. എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. മുൻപത്തെ വകഭേദത്തേക്കാൾ ഒമിക്രോണിന് കൂടുതൽ വ്യാപനശേഷി ഉണ്ടാകാമെന്നാണ് ആദ്യകാല സൂചനകൾ നൽകുന്നത്. എന്നിരുന്നാലും മാരകമാണോ എന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതും പ്രവാസികളെ ഏറെ ആശങ്കയിലാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.